ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ ചെയ്യാത്ത തെറ്റിന് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വയം തെറ്റ് കൊലപാതകം ഏറ്റെടുത്തുകൊണ്ട് വിക്രം ജയിലിലേക്ക് പോവുകയാണ്. എന്നാൽ ഈ സമയം നമ്മുടെ വേദ ഗർഭിണിയായിരിക്കും കേട്ടോ. എന്നാൽ ഇതൊന്നും ചിന്തിക്കാതെ, വേദയോ തൻ്റെ കുഞ്ഞിനെയോ ഒന്നും ചിന്തിക്കാതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ശ്രീജയ്ക്ക് വേണ്ടിയിട്ടാണ് വിക്രം ജയിലിലേക്ക് പോകുന്നത്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ സുധാകര മാഷ് മരണപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമിന് സ്വന്തം അച്ഛൻ്റെ മരണം പോലും നേരിട്ടൊന്ന് കാണാനോ അച്ഛനെ അവസാനമായിട്ടൊന്ന് കാണാനോ വിക്രമിന് കഴിഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണെങ്കിലും പിന്നീട് വിക്രമാണെങ്കിൽ വീട്ടിലേക്കൊന്നും അങ്ങനെ വരാറുണ്ടായിരുന്നില്ല. അച്ഛനില്ലാത്ത ആ വീട്ടിലേക്ക് വിക്രമിന് ഒന്ന് കയറാൻ പോലും പിന്നീട് കഴിയുമായിരുന്നില്ല. എന്നാൽ കമലാമ്മയെ കാണാനായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വന്നു പോവുക എന്നുള്ളതല്ലാതെ വിക്രമിന് പിന്നീട് ആ വീടുമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടാകുന്നില്ല. എന്നാൽ തന്നെയും തൻ്റെ കുഞ്ഞിനെയും പോലും ചിന്തിക്കാതെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ജയിലിലേക്ക് പോയ വിക്രമിനെ വേണ്ടെന്ന് വെച്ച് തന്നെയാണ് വേദ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത് കേട്ടോ. അങ്ങനെ നമ്മുടെ സുധാകരൻ മരിച്ചിട്ട് ഒരാണ്ട് തികയാണ് കേട്ടോ. ഈ സമയം കമലാമ്മയ്ക്ക് ഒരാഗ്രഹം, അച്ഛൻ്റെ കർമ്മങ്ങൾ മക്കളും മരുമക്കളും എല്ലാവരും കൂടി ചെയ്യണമെന്നൊരു ആഗ്രഹം ഇങ്ങനെ കമലാമ്മ പറയുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീജയോടായിട്ട് കമലാമ്മ പറയുന്നുണ്ട്, ശ്രീജ എന്തായാലും വേദമോളും കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കണം. കാരണം മാഷിന് വേദയോട് ഒരുപാട് സ്നേഹമായിരുന്നു. വേദ വന്നതിന് ശേഷം ഈ വീട്ടിലുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നതും വിക്രമിനെ ഈ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും വിക്രമിൻ്റെ പഠിത്തവും എല്ലാം തുടങ്ങിയതാണ്. വിക്രം ഒരു ജോലിക്ക് വരെ കിട്ടാനിരുന്ന സമയത്താണ് ഈ കേസുമായിട്ടൊക്കെ വിക്രം ജയിലിൽ പോകുന്നതും മാഷിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. എന്നാൽ വേദയെ അത്രത്തോളം മാഷ് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാഷിൻ്റെ ചടങ്ങ് നടക്കുന്ന സമയത്ത് വേദ കൂടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ മാഷിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുകയില്ല. എന്തായാലും വേദയെ കൂടി ഒന്ന് വിളിക്കണം ശ്രീജയെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ കമലാമ്മയുടെ നിർബന്ധപ്രകാരം ശ്രീജ വേദയെ വിളിക്കാനായിട്ട് വേദയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. വേദയ്ക്കാണെങ്കിൽ ശ്രീജയെ കാണുമ്പോഴേക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ശ്രീജേച്ചിയോ എത്ര നാളായി കണ്ടിട്ട്, കയറി വാ ശ്രീജേച്ചി എന്ന് പറഞ്ഞിട്ട് വേദ ആകെ ശ്രീജേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മോള് സുഖമായിട്ടിരിക്കുന്നല്ലോ, എന്താ ശ്രീജേച്ചി വിശേഷം എന്നിങ്ങനെ ചോദിക്കുകയാണ്. വേദേ, അച്ഛൻ മരിച്ചിട്ട് 1 വർഷം തികയാണ്. അമ്മയുടെ ആഗ്രഹം അനുസരിച്ചിട്ട് എന്തായാലും ഈ വർഷം മക്കളും മരുമക്കളും എല്ലാവരും കൂടി അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത്. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അന്നത്തെ ദിവസം വേദയും കൂടി ഉണ്ടാവണമെന്നാണ് അമ്മ പറയുന്നതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നാൽ വേദ പറയുന്നുണ്ട്, എന്തായാലും ശ്രീജേച്ചി അത് നടക്കില്ല, ഞാൻ ഇനി ഒരിക്കലും ആ വീട്ടിൽ കാലുകുത്തില്ല എന്നിങ്ങനെ പറയാണ്. എന്നാൽ ശ്രീജയാണെങ്കിൽ പറയുന്നുണ്ട്, മോളെ അങ്ങനെ പറയരുത്, മരിച്ചുപോയ അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി എല്ലാവരും ഒത്തുകൂടണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. ഈ ഒരു തവണത്തേക്കിന് വയസ്സായിരിക്കുന്ന അമ്മയല്ലേ, അമ്മയ്ക്കും അസുഖങ്ങളൊക്കെയാണ്. അമ്മയെ ഓർത്തിട്ടെങ്കിലും ഈ ഒരു തവണത്തേക്ക് മോൾ അങ്ങോട്ടേക്കൊന്ന് വരണമെന്നിങ്ങനെ ശ്രീജ പറയുകയാണ് കേട്ടോ. എന്നാൽ ഇതിനെ എതിർത്ത് പറയാനായിട്ട് വേദയ്ക്കാവുന്നില്ല. ശരി ശ്രീജേച്ചി, ഞാൻ വരാം, പക്ഷേ അവിടെയുള്ള വേറെ ആരെയും ഓർത്തിട്ടൊന്നുമല്ല, ഞാൻ മാഷിനെ ഓർത്തിട്ട് മാത്രമാണ്. മാഷിൻ്റെ സത്യസന്ധതയും അത്രയും മക്കളോടുള്ള ആത്മാർത്ഥതയും ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ആ സ്നേഹവും സത്യസന്ധതയും ഓർത്തിട്ട് മാത്രം ഞാൻ ഒരു തവണത്തേക്ക് മാഷിന് വേണ്ടിയിട്ട് ഞാൻ അവിടേക്ക് വരാമെന്നിങ്ങനെ വേദ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് ശ്രീജ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ചടങ്ങിൻ്റെ ദിവസം ആവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്നത് വിക്രമിനെയും വേദയാണ് കേട്ടോ. വിക്രം വന്നാലും വേദ വരുമെന്നുള്ള സംശയത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ എന്തായാലും നന്ദിനി പറയുന്നുണ്ട്, വേദ ഇപ്പോൾ വലിയ തിരക്കുകളൊക്കെ അല്ലേ, എന്തായാലും അവൾ വരില്ല, നമുക്ക് ചടങ്ങുകളൊക്കെ നടത്താമെന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും കമലാമ്മയുടെ മനസ്സിൽ എന്തായാലും വേദ വരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട്. എങ്കിലും കമലാമ്മയുടെ മനസ്സിൽ ആകെ ടെൻഷനാണ്. ശ്രീജയോട് ചോദിക്കുന്നുണ്ട്, ശ്രീജയെ വേദ വരില്ലേ, എൻ്റെ മാഷിന് ഒരു നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് വേദ ഈ ചടങ്ങിന് വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്നാൽ ശ്രീജയാണെങ്കിൽ പറയുന്നുണ്ട്, വരാമെന്ന് പറഞ്ഞതല്ലേ അമ്മേ, എന്തായാലും വേദ വരാതിരിക്കില്ല. എന്നാൽ ഈ സമയമാണെങ്കിൽ വിഷ്ണുവും വിനായകനും ഒക്കെ കൂടി ചടങ്ങുകളൊക്കെ നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ.
പൂജാരി വന്നിട്ട് ചടങ്ങുകൾക്കുള്ള ആവശ്യമായ കാര്യങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കമലാമ്മയുടെ മനസ്സിൽ വീണ്ടും ആദിയാണ്. വേദ വരുമോ എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ആദിയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും കമലാമ്മ ചോദിക്കുകയാണ്, എന്താ വേദയൊന്നുകൂടെ വിളിച്ചു നോക്കണോ? ഇനി വേദ വരില്ലേ എന്നൊക്കെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് നന്ദിനി പറയുന്നുണ്ട്, ഇപ്പൊ അവള് വലിയ കളക്ടർ അല്ലേ അമ്മ, എന്തായാലും അവള് വരാനൊന്നും പോകുന്നില്ല, നമുക്ക് സമയം കളയാതെ അച്ഛൻ്റെ ചടങ്ങുകളൊക്കെ നടത്താമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ശ്രീജ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയല്ലേ നന്ദിനി, എന്തായാലും വേദ വരാതിരിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് വേദയാണ്. വേദ ഒരു അർജന്റ് മീറ്റിങ്ങിലാണ്. എന്നാൽ വേദയുടെ മനസ്സ് നിറയെ ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ. എന്തായാലും മാഷിന്റെ ചടങ്ങിന് പോകണം, ഇപ്പോൾ സമയം ആവുമല്ലോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് വേദ ഇങ്ങനെ മാനേജറുമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് അർജന്റായിട്ട് ഇന്ന സ്ഥലം വരെ പോകണമെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തായാലും മാഡം ഒരു 1.5 മണിക്കൂർ എടുക്കും, ഇപ്പോൾ അവിടേക്ക് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഒക്കെയാണ്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചെല്ലാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, 2 വീലറിലാവുമ്പോൾ എത്രയും പെട്ടെന്ന് എത്താലോ, ഞാൻ അങ്ങനെ പോയിക്കോളാം എന്നിങ്ങനെ പറയാണ്. മാഡം അത് ഈ സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മാഡത്തിനെ തനിയെ വിടാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ആ സമയം വേദ പറയുന്നുണ്ട്, ഇതെൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്, ഞാനതുകൊണ്ട് ഒരു സ്കൂട്ടി ഓടിച്ചുകൊണ്ട് തന്നെ പൊക്കോളാന്ന് പറഞ്ഞിട്ട് വേദ സ്വയം ഒരു സ്കൂട്ടിയൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഹെൽമെറ്റൊക്കെ റെഡിയാക്കി പോവാനായിട്ട് തയ്യാറാകുകയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ വേദയ്ക്ക് എസ്കോട്ട് പോകാനായിട്ട് പോലീസുകാരൊക്കെ ഇങ്ങനെ റെഡി ആകുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഏയ് നിങ്ങളുടെ ആരുടെയും ആവശ്യമില്ല, ഞാൻ പേഴ്സണലായിട്ടൊരു അർജന്റിന് പോവാണ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഇനിയിപ്പോൾ എനിക്കൊരു പ്രൈവസി വേണമെന്നിങ്ങനെ വേദ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ട് എല്ലാം ഒഴിവാക്കി വേദ തനിയാണ് കേട്ടോ വരുന്നത്. എന്നാൽ ഈ സമയം വിക്രമാണെങ്കിൽ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമലാമ്മയാണെങ്കിൽ വിക്രമിനെ കാണുമ്പോഴേക്കും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇങ്ങനെ എന്നിട്ട് വിക്രമിനോട് പരിഭവങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താടാ നീ അമ്മയൊന്ന് കാണാൻ പോലും വരാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അച്ഛനില്ലാത്ത ഈ വീട്ടിലേക്ക് എനിക്ക് വരാനോ ഒരു നിമിഷം പോലും ഇരിക്കാനോ കഴിയില്ല അമ്മേ, അമ്മയ്ക്ക് എൻ്റെ കൂടെ വന്ന് നിന്നോടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇല്ലടാ, എനിക്ക് നിന്റെ അച്ഛൻ ഉറങ്ങുന്ന എൻ്റെ മാഷ് ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ട് എവിടേക്കും പോകാൻ പറ്റില്ല, നിനക്കറിയാലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കമലാമ്മയാണെങ്കിൽ മാഷിനെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ വിക്രമിനോട് പറയുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കി സ്നേഹിച്ച സമയത്തൊന്നും എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കാനോ ഒരു നോക്ക് കാണാനോ കഴിഞ്ഞില്ലല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട് കേട്ടോ. കമലാമ്മ പറയുന്നുണ്ട്, അതേടാ നിന്നെ ആ മനുഷ്യൻ എത്രത്തോളം സ്നേഹിച്ചെന്നറിയോ, നീ നന്നാവുക, നീ നല്ല ഒരു ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളത് ഒരുപാട് ആഗ്രഹിച്ചു. പിന്നീട് വേദ വന്നതിന് ശേഷം നീ ഒരു പഠിത്തമൊക്കെ തുടങ്ങി നീ നല്ല നിലയിൽ എത്തുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞിങ്ങനെ കമലാമ്മ പൊട്ടിക്കരയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ശ്രീജയും നന്ദിനിയും ഒക്കെ കൂടി വന്നിട്ട് കമലാമ്മയെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അമ്മേ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഇനി അവളുടെ പേര് ഈ വീട്ടിൽ ആരും മിണ്ടി പോരുതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദയെ കാണുന്നതും വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, ഇവളുണ്ടായിരുന്നെങ്കിൽ ഞാനേ എൻ്റെ അച്ഛൻ്റെ ചടങ്ങുകൾ ഞാൻ പിന്നീട് തനിയെ നടത്തിയേനെ, എന്തിനാ ഇപ്പോൾ ഇവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, ഇവളൊരു കൊലയാളിയാണ് എന്നിങ്ങനെ കമലാമ്മയോട് പറയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിനെ കൊന്നവൾ, അവളെ എന്തിനാണ് എൻ്റെ അച്ഛൻ്റെ ചടങ്ങുകൾക്കായിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് വിക്രമിന് വേദയോട് നല്ല ദേഷ്യമാണ് കേട്ടോ. വേദയ്ക്കാണെങ്കിലും വിക്രമിനോട് ഒന്ന് നോക്കാൻ പോലും തയ്യാറാകാതെ നല്ല ദേഷ്യത്തിലാണ്. ശ്രീജയോടായിട്ട് ചെന്ന് വേദ പറയുന്നുണ്ട്, ശ്രീജേട്ടത്തി ഞാൻ ഇതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞത്, ഇവനെ കാണാനോ എനിക്ക് കാണുന്നത് പോലും എനിക്ക് അറപ്പാണ്, എനിക്ക് അർജൻറ്റായിട്ടുള്ള ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ ഒഴിവാക്കിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അത് ഞാൻ മാഷിനെ ഓർത്തിട്ട് മാത്രമാണ്, മാഷിൻ്റെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് അമ്മ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേദയും നല്ല ദേഷ്യത്തിൽ പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് മാഷ് ആഗ്രഹിച്ചത്, ഇന്നിപ്പോൾ നിങ്ങൾ സന്തോഷത്തോടു കൂടി രണ്ടുപേരും കൂടി ചേർന്ന് മാഷിൻ്റെ ചടങ്ങുകളൊക്കെ ഇന്നത്തേക്കിനെങ്കിലും എല്ലാവരും ഒന്ന് നടത്തണം, നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ കമലാമ്മ ഇങ്ങനെ കരയാണ് കേട്ടോ. അങ്ങനെ കമലാമ്മയുടെ മനസ്സ് കണ്ടിട്ട് വിക്രവും വേദയും കൂടി ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പരസ്പരം രണ്ടുപേർക്കും നല്ല ദേഷ്യമാണ്. വിക്രമിനാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതിലുള്ള ദേഷ്യവും, വേദയാണെങ്കിൽ തൻ്റെ കുഞ്ഞുണ്ടെന്ന് പോലും വിചാരിക്കാതെ വിക്രം ജയിലിലേക്ക് പോയതൊക്കെ ഓർത്തിട്ട് രണ്ടുപേരും പരസ്പരം നല്ല ദേഷ്യത്തിലാണ്.
എന്നാൽ ഈ സമയമാണെങ്കിൽ തൻ്റെ കുഞ്ഞാണെന്ന് പോലും അറിയാതെ ഒരു സ്വന്തം മോളെ ഇങ്ങനെ താലോലിച്ചുകൊണ്ട് നടക്കുകയും കളിക്കാനും ഒക്കെ കൂട്ടുകൂടി ഒരു നടക്കുകയാണ് നമ്മുടെ വിക്രം. എന്നാൽ അത് വേദയുടെ കുഞ്ഞാണെന്ന് പുറത്ത് ആരോടും പറയുന്നില്ല കേട്ടോ. എന്നാൽ പിന്നീട് വരുന്ന എപ്പിസോഡുകളിലൊക്കെ നല്ല സൂപ്പറായുള്ള ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെയാണ്. അത് നമുക്ക് പുറകെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.